അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു നമ്മൾ. എന്നിട്ട് നമ്മൾ സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിഷുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ. പിന്നെ നമ്മൾ പച്ചമുളക് ഇച്ചിരി എരിവൊന്നുമില്ല, എന്നാലും എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി അത് വരണം കേട്ടോ, നല്ലപോലെ വഴക്കണം. അല്ലെങ്കിൽ നമുക്ക് പച്ച കുത്ത് കടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ടപ്പോഴത്തേക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഉപ്പിടുക. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഒരു കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക, അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കണക്കിനാണ് ശരിക്കും ഞങ്ങളൊക്കെ ചെയ്യാറ്. നമ്മളിങ്ങനെ പരിചയമായതുകൊണ്ട് പിന്നെ കൈ കണക്കിനാണ് അങ്ങോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഇത് നല്ല വറ്റി. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ബോധമുള്ളവർ അത് ചെയ്യും. നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ബോധമില്ലാത്ത കാരണം അവരെന്താ പറ്റി, ഉപ്പ് നോക്കിയെങ്കിലും കൂടി കറക്റ്റിന് ഇട്ടില്ല. അതായത് ഉപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കാൻ പറ്റാണ്ട് അപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നല്ല ഇനി വറ്റി വരണം. നമുക്ക് പാകമാകുമ്പോൾ ഇനി കാണിച്ചു തരാം. ഇത് അപ്പോൾ ആ സമയം കൊണ്ട് ഇത്തിരി ഇളക്കി ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം. അതിനുശേഷം നല്ല ഇളക്കാം. നമ്മൾ കൈവിടാണ്ടൊന്ന് ഇളക്കി ഒരു കട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുളുഗുളൂന്നിരിക്കും കേട്ടോ. സാധനം നല്ല ടേസ്റ്റാണ്. അധികം നമുക്ക് നല്ലപോലെ തിന്നാൻ പറ്റുന്നൊരു സാധനമാണ്. നല്ല അത്യാവശ്യം ഹെൽത്തിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തി ഒന്നുമില്ല, ഫുൾ ഹെൽത്തി അല്ല, എന്നാലും ഹെൽത്തിയാണ് സംഭവം. ഇത് ഈ കുഴമ്പനെ രൂപമാവണം കേട്ടോ. നല്ല യമ്മിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല യമ്മിയാട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ